ഓക്കെ. സോ ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഡൈനാമിക് വെബ്സൈറ്റ് ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റ് ബ്രൗസർ സൈഡിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. HTML CSS കോഡൊക്കെ HTTP റിക്വസ്റ്റ് ഒക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് പിന്നെ ലോക്കൽ സിസ്റ്റമും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷേ സർവർ സൈഡിൽ അത് ഞാൻ പറഞ്ഞു V8 എഞ്ചിൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടാണ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് ടൂളായിട്ട് Node.js യൂസ് ചെയ്യുന്നത് അവർ. സോ Node.js നമുക്ക് ഏത് മെഷീനിൽ വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അത് ബാക്ക് എൻഡ് കോഡ്സൊക്കെ സർവർ സൈഡ്സ് ഒക്കെ കോഡ് ചെയ്താനായിട്ട് ഹെൽപ്ഫുൾ ചെയ്യുന്ന സാധനമാണ്. പിന്നെ Node.jsന് ലോക്കൽ ഫയൽ സിസ്റ്റം ഒക്കെ ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് HTML CSS ഒന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ പോയിന്റ്സ് ആണ് ഞാനിത് ഒന്നും കൂടി ഗോ ത്രൂ ചെയ്തെന്നുള്ളൂ. ഓക്കെ, സോ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റ്സ് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യാനുള്ളത്. സോ നമ്മൾ പക്ഷേ നമ്മുടെ ഈ കോഴ്സിൽ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബ്രൗസർ സൈഡായിരിക്കും ജാവാസ്ക്രിപ്റ്റിൻ്റെ. കാരണം പിന്നെ നമ്മുടെ സിൻടാക്സും അതൊക്കെ നമ്മൾ പഠിക്കും. പക്ഷേ സിൻടാക്സ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം, ലൈക്ക് ഒരു ഡിഫറൻസും ഇല്ല. ബ്രൗസർ ആണെങ്കിലും സർവർ സൈഡ് ആണെങ്കിലും ജാവാസ്ക്രിപ്റ്റ് സിൻടാക്സ് വിൽ റിമെയിൻ സെയിം.